ഇറച്ചി തന്നെ സ്ഥലം മുതൽ റോഡ് വരെയും ക്യൂ. അന്നേരമാണ് അപ്പയ്ക്ക് ക്ലിക്കായത്. അതിപ്പോ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ മിടുക്കൊക്കെ പറയുന്നുണ്ട്, ഇത് കാണുമ്പോ ഇല്ലേ മനസ്സിൽ എന്തോ പോലെ ഈ മാല പോലെ ഇങ്ങനെ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മരിക്കപ്പെട്ടവരുടെ ഓർമ്മ പള്ളിയില് കുർബാന നടത്തണത്. അപ്പവും ചിക്കൻ കുറുമയാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കണേ കേട്ടോ. എന്തൊക്കെ നടക്കൂന്നറിയില്ല. ചില്ലറയുണ്ടോ പെടയിലോ? ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ്. എൻ്റെ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നേരെ ഇനി പോവാണ്. എങ്ങോട്ടാണെന്നറിയോ? അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. കുറേ ഞാൻ സൂം ചെയ്ത് എടുത്തതാണ്. നല്ല രസമുണ്ടല്ലേ കുക്കിങ്ങിന് നടന്നു പോകണതാണ്. ഒന്നും നോക്കാതെ ആദ്യത്തെ കറി കിച്ചണിൽ റെഡി ആയിട്ടുണ്ട്. നാളെ നോക്കാൻ പറ്റുള്ളൂ. മണമൊക്കെ അനുസരിച്ച് അങ്ങ് ഇട്ടു. ചിലപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടായിരിക്കും. നാളെ നമുക്ക് നോക്കാം രാവിലെ. ഓക്കെ, ഫസ്റ്റ് കറി അല്ലേ? അപ്പം വെളുപ്പിന് 5:30 പോയി കാഞ്ഞിരമറ്റത്തിന് ബീഫ് മേടിക്കാൻ. അവിടെ ചെന്നപ്പോ സ്കൂട്ടറിനാർന്നു പോയി. അവിടെ കൊണ്ടുപോയ വണ്ടി സൈഡിലിടാൻ ഇച്ചിരി പാടാ, ആൾക്കാരുണ്ടാവും, തിരക്കുണ്ടാവും. അപ്പൊ അവിടെ ചെന്നപ്പോ ഇല്ലേ പൊടിമഴ. എന്നിട്ട് ആ ഇറച്ചി തന്നെ സ്ഥലം മുതല് റോഡ് വരെയും ക്യൂ. അപ്പൊ അവിടെ നിന്ന് നേരെ പോന്നു. എന്നിട്ട് നമ്മുടെ റെയിൽവേയിലെ ചെങ്ങോലപ്പാടം അവിടെ ചെന്നു. അവിടെ ഇറച്ചി പരിപാടി ഉണ്ട്. അവിടെ ചെന്നപ്പോ ഇല്ലേ അവിടെ മഴയില്ല, പക്ഷെ അവിടെ ഇതുപോലെ ഭയങ്കര ക്യൂ. അന്നേരമാണ് അപ്പയ്ക്ക് ക്ലിക്കായത്. മുളന്തുരുത്തി ജംഗ്ഷനില് കാഞ്ഞിരമറ്റത്തുനിന്ന് ഒരു നമ്മൾ മേടിക്കുന്ന സ്ഥലത്തുനിന്ന് ബീഫ് കൊണ്ടുവന്നേച്ച് വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ പടുതയില് കൊണ്ടുവന്ന് ഇറക്കി നിരത്തി വെച്ചേക്കുവാന്ന്. കോൾഡ് ഇതിലേക്ക് ഫ്രീസറിലേക്കൊന്നും കയറ്റിയിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു ആഴ്ചയിൽ 2 ദിവസമാണ് അവിടെ നിന്ന് കൊണ്ടുവരാറ്. പക്ഷെ ഈസ്റ്റർ പ്രമാണിച്ച് നേരത്തെ സാധനം വരുത്തിച്ചതാണ് അവിടെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടി. അപ്പ 1.25 കിലോയായിട്ടാണ് മേടിച്ചത്. റൗണ്ട് ചെയ്ത് റേറ്റ് 480 ഏതാണ്ട്. അത് വരുമ്പോ ചോദിച്ചേച്ച് പറയാട്ടോ കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനതുകൊണ്ടേ പോയി കഴിഞ്ഞപ്പോ പിന്നെ കിടന്നില്ല. ഞാൻ എഴുന്നേറ്റ് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്ത് അപ്പൊ കൊണ്ടുവന്ന വഴി തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാതെ അങ്ങ് നുറുക്കിയിട്ടോ. ഇന്ന് ഞാൻ ബീഫ് മേടിക്കുമ്പോൾ അങ്ങനെ നുറുക്കി കിട്ടുമെങ്കിലും നുറുക്കി മേടിക്കാറില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം ഇന്നത്തെ ദിവസം പിന്നെ പ്രത്യേക തിരക്ക്. അവർ നുറുക്കി കഴിഞ്ഞാൽ എന്നാന്നറിയാമോ, അതേ ഇങ്ങനെ വിട്ടിരിക്കൂല, മാല പോലെ. എനിക്കത് കാണുമ്പോൾ എന്തോ പോലെ. ഇത് കണ്ടോ നമ്മൾ നല്ല ഭംഗിയായിട്ട്. അതിപ്പോ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ മിടുക്കൊക്കെ പറയുന്നുണ്ട്, നമുക്കൊല്ല മേലായിയൊക്കെ വന്ന് നമുക്ക് നുറുക്കി മേടിക്കേണ്ടി വരും. പിന്നെ 2 കിലോയിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നുറുക്കി എടുക്കാൻ ഭാരം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നുറുക്കി മേടിക്കേണ്ടി വരും. പിന്നെ കൈക്കോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ നമുക്ക് മനുഷ്യനല്ലേ എന്നും മിഷ്യൻ പോലെ പോകൂലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നുറുക്കി തന്നെ മേടിക്കണം. വിട്ട് എനിക്കത് കാണുമ്പോ ഇല്ലേ മനസ്സിൽ എന്തോ പോലെ ഈ മാല പോലെ ഇങ്ങനെ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പറയണ എങ്ങനെയെന്ന് വെച്ചാൽ ഇത് പുളിയുടെ വെട്ടണ ഈ വളംപുളിയുടെ തടിക്കഷ്ണാട്ടോ. അപ്പൊ പറഞ്ഞ ഇങ്ങനെ ഒരു കുറ്റി പോലെ തടിക്കഷ്ണത്തിലേക്ക് വെച്ച് വെട്ടുകത്തി ഇങ്ങോട്ട് വറങ്ങി ഇങ്ങനെ അങ്ങ് മാറ്റുവാന്ന്. പിന്നെ നമുക്ക് സാഹചര്യം വെച്ച് ഞാൻ ഒരിക്കലും മേടിക്കൂല എന്ന് പറയണില്ല. മേടിക്കേണ്ടതായിട്ട് വന്നാൽ മേടിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നമുക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് 1.5 കിലോയിൽ കൂടുതൽ 2 കിലോ ഒരിക്കലും അങ്ങനെ അധികം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോഴേ നമ്മൾ മേടിക്കാറുള്ളൂ. പിന്നെ അല്ലാത്തപ്പോൾ നമ്മൾ കേറ്ററിംഗുകാരോട് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ പറയുമല്ലേ ഫുഡ്. അപ്പൊ പിന്നെ നമുക്കത് വിഷയമില്ല. പിന്നെ ഇൻ കേസ് ഞാൻ പറഞ്ഞില്ലേ ചെയ്യൂല എന്നൊന്നും പറയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ സാഹചര്യം വന്നാൽ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇനി കഴിയുവാരി എടുക്കാം. ഇതിപ്പം ശനിയാഴ്ച കേട്ടോ, ഈസ്റ്ററിന്റെ തലേ ദിവസം. ശനിയുടെ കാര്യം ഈസ്റ്ററിന്റെ അന്നല്ല, അന്ന് കൊണ്ടുവന്നാൽ ഇതൊന്നും നടക്കില്ല. നമുക്ക് അധികം പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പൊ ഉപ്പും എരിവും പുളിയും നോക്കാതെ മീൻ പറ്റിച്ചു വെച്ചു. അതുപോലെ തന്നെ ഇതും മസാലകളൊക്കെ ഇട്ടങ്ങ് റെഡിയാക്കി ഉലർത്താം. എന്നിട്ട് നാളെ നോക്കി വെച്ച് പോരായികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം. ഒരു കമ്മിയിലങ്ങ് ഇട്ട് ശരിയാക്കാം കേട്ടോ. ഓക്കെ, ബീഫ് കഴുകി നീറ്റാക്കി. ഇനി മസാല പുരട്ടി ഇച്ചിരി നേരം വെക്കണം. അകത്തേക്ക് പോവാ. ബാ പോരാട്ടോ. അപ്പൊ നോയമ്പുപിടിയുടെ തലേ ദിവസം, അതെ, ദുഃഖ ശനിയാഴ്ച ഇന്ന് മരിക്കപ്പെട്ടവരുടെ ഓർമ്മ പള്ളിയിലെ കുർബാന നടത്തണത്. അതാ അപ്പൊ പോയത് കുർബാനയ്ക്ക് കൊടുക്കണം. കുർബാനയ്ക്ക് കൊടുക്കണം. അത് അറ്റൻഡ് ചെയ്തേച്ചായിരിക്കും വരുവോളൂ. ഞങ്ങള്
പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് പോയില്ല കേട്ടോ. അപ്പം നൊയമ്പൂരിയുടെ മുന്നോടിയായിട്ട് നമ്മൾ മീൻ പറ്റിച്ചു. മീൻ പറ്റിച്ചത് മാർക്കറ്റിൽ നിന്ന് പോയി മീൻ മേടിച്ചതാ, സ്ലൈസ് ചെയ്താ കൊണ്ടുവന്നത്. അടച്ചേക്കട്ടെ. എന്നിട്ട് പറ്റിച്ചു വെച്ചു. ഇച്ചിരി നേർപ്പിച്ചേ ഇരിക്കുന്നത്, നാളത്തേക്ക് കുറുകിക്കോളും, നാളെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എരിവോ ഉപ്പോ പുളിയോ ഒന്നും കറക്റ്റ് അറിയില്ല, ഒരു കമ്മി വെച്ചങ്ങ് ഇട്ടു കേട്ടോ. അപ്പം മീൻ മേടിക്കാൻ പോയപ്പോൾ വെളാമീൻ ഉണ്ടെങ്കിൽ അത് മേടിക്കാമെന്നും പറഞ്ഞാൽ പോയതാ. അവിടെ ചെന്നപ്പോൾ വെളാമീനില്ല, നെയ്മീൻ ഉണ്ടായിരുന്നു. അതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഇച്ചിരി കുറവായതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ ഏരിയും വറ്റയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വറ്റ നോക്കിയപ്പോൾ 2.25 കിലോ ഉണ്ട്. ഇപ്പം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 കിലോ മിനിസം മീനെ മേടിക്കാറുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ കഴിപ്പൊക്കെ 2 നേരം അടുപ്പിച്ച് കഴിക്കാറില്ല. അപ്പം പിന്നെ ഇരുന്നിരുന്ന് ഇവളാണെങ്കിലും ഈ വറുത്ത പീസാ പിന്നെ വെച്ചത് കഴിക്കും, ഇല്ലെന്നല്ല. അപ്പം അത് കാരണം 1 കിലോ മിനിസമുള്ള 1.25 കിലോറ്റ ഉണ്ടെന്നാണ് പറഞ്ഞ് ഏരിയ മേടിച്ച്. അത് മീൻ എടുത്തേച്ച് ക്ലീൻ ചെയ്തേച്ച് നുറുക്കി കൊണ്ടുവന്നു. പിന്നെ ഏരിയുടെ വില കിലോ 480 എന്നാ പറഞ്ഞ. ഏരിയുടെ വില കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റർ സമയം 1-2 വേനൽക്കാലം മീനിന്റെ വറുതി. അപ്പം അത് മേടിച്ച് പറ്റിച്ചു വെച്ചു. പിന്നെ ബീഫ് 1.25 കിലോ ബീഫ് 1.25 എന്നോട് പറഞ്ഞ് അത് കൊണ്ടുവന്നു. ഞാൻ നുറുക്കി കഴുകി വാരി വൃത്തിയാക്കി വെച്ച മസാലകളെല്ലാം തിരുമ്മി വെച്ചേക്കണതാണിത്. ഇനി നമുക്കത് കുറച്ച് നേരം മസാല പിടിച്ചിട്ട് വേവിക്കാൻ വെക്കണം. ഇപ്പം 2 കൂട്ടായി. പിന്നെ നമ്മൾ ചിക്കൻ ലുലൂന്ന് ഞാൻ പറഞ്ഞൊരു ഇങ്ങനെ ട്രേയിൽ കിട്ടും. അപ്പോൾ ഒരു ട്രേ എടുത്താൽ മതി, 1/2 കിലോയിൽ കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞ്. കുറുമ ഉണ്ടാക്കാനാണ് രാവിലെ അപ്പത്തിന് കഴിക്കാൻ. അപ്പം അപ്പവും ചിക്കൻ കുറുമയാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കണം കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് അത് ചിക്കനും വൈകിട്ട് ഉണ്ടാക്കണമെന്നാണ്. അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ അതും കൂടെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് ഡിലേ ആവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇപ്പം രാവിലെ ഉദ്ദേശിക്കുന്നത് അപ്പവും ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കണത്. പിന്നെ ഉച്ചത്തേക്ക് സാധാരണ നാടൻ ചോറിൻ്റെ കൂടെ മീൻ വേവിച്ചത്, ബീഫ് ഉണ്ടാവും. പിന്നെ ഈ ബ്രില്ലറിൻ്റെ ഇവിടുന്ന് ഇത് മേടിച്ചായിരുന്നു, ഫിഷ് കട്ട്ലറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള, അത് പാക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വറക്കണം. പിന്നെ ഇച്ചിരി മോര് കാച്ചുവല്ലും ചെയ്യണം, എന്തെങ്കിലും ഒരു തോരനും ഉണ്ടാകും മതി. അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണേ. എന്തൊക്കെ നടക്കൂന്നറിയില്ല, പ്ലാൻ ചെയ്തേക്കണ കാര്യം പറഞ്ഞതാ. പിന്നെ വൈകിട്ടത്തേക്ക് മിക്കവാറും ചപ്പാത്തി ആയിരിക്കും. കറികൾ ഇരിപ്പുണ്ടല്ലോ, ബീഫും കുറച്ചുണ്ടാവും, ചിക്കൻ കുറുമയുടെയും കുറച്ചുണ്ടാവും. അതൊക്കെയാണ് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെയാണ് പരിപാടികൾ ചെയ്യണേന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യുക. ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് പുറത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പോക്കുകളൊക്കെ ഉണ്ടോ? ഞങ്ങളിവിടെ തന്നെ ആയിരിക്കും. കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് വേറെ എങ്ങോട്ടൊന്നും പോകുന്നതല്ല. ചിലപ്പോൾ ലോക്കൽ പള്ളിയുടെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പോരുമായിരിക്കും വൈകിട്ട്. അറിയാൻ മേലെ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് മനസ്സിൽ ഉദ്ദേശിച്ചേക്കണം കേട്ടോ. അപ്പം ഇതൊക്കെ കഴിച്ച് രാവിലെ നൊയമ്പ് വീടണം. 49 ദിവസത്തെ നൊയമ്പിന് ശേഷം നൊയമ്പ് വീടുവാണ് നാളെ ഈസ്റ്ററിൻ്റെ അന്ന്. അപ്പം അങ്ങനെ ചെയ്യണ ഒരുപാട് വ്യക്തികളുണ്ടാവും. ഞാനിപ്പോൾ അതൊരു ഇതായിട്ട് പറഞ്ഞതല്ല. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് നമ്മൾ പോവുക. ഒരുപാട് പ്രയാസങ്ങളും അപകടങ്ങളും മരണങ്ങളും രോഗങ്ങളും ഒക്കെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ദിവസവും ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെയല്ലേ പുറത്തെ രാജ്യത്തൊക്കെ യുദ്ധം നടന്ന എന്തോരം പ്രശ്നങ്ങൾ അവിടെയൊക്കെ നടക്കണത്. ഒരുപാട് പേർക്ക് ജോലിക്ക് ബുദ്ധിമുട്ട്, ഒരുപാട് പേര് നാട്ടിലേക്ക് പോകുന്നു, പലരുടെയും ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് നമുക്കും നാട്ടിലും പ്രശ്നങ്ങളുണ്ട്. അവിടെ യുദ്ധം വന്നത് സംബന്ധിച്ച് പെട്രോൾ, ഡീസൽ, ഗ്യാസ് ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ വില കൂടി. അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ അവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ എൻ്റെ ഇവിടത്തെയൊക്കെ ഒരുപാട് ബന്ധുമിത്രാദികൾ വെളിയിൽ വർക്ക് ചെയ്യണവരുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഒന്നും പ്രശ്നമില്ലെന്നൊക്കെയാണ് അവർ പറയണത്. ഏതായാലും എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വെളിയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യണവരുടെയൊക്കെ കാര്യങ്ങളെ തടസ്സം കൂടാതെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ഈസ്റ്റർ ദിനത്തിൽ ആഗ്രഹിക്കാം അല്ലേ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ പരമാവധി എല്ലാവരുമായിട്ടൊക്കെ സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പടയിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നതാ സാധനങ്ങൾ എല്ലാം ഇതിനുള്ള അത്യാവശ്യം മേടിക്കാനുള്ളത്. ബീഫ് അടുപ്പത്ത് വെച്ചപ്പേ ഞാൻ മറന്നു പോയി ഇച്ചിരി പൂവമ്പഴം മേടിക്കാൻ പറയാൻ. അതെന്നാത്തിനാ പൂവമ്പഴം പറ്റി തിന്നണേ? ഇനിയിപ്പോ വേണ്ട, ഞാലിപ്പൂവൻ തിന്നു, അവിടെ ഇരിപ്പുണ്ട്. വേണ്ട, നല്ലതല്ലേ ഞാലിപ്പൂവൻ? ഇതിങ്ങ എടുത്തോളാവോ എന്നാ? പഴം തിന്നണോന്നുണ്ടെങ്കിൽ അവിടെ കേറി ഒന്ന് പോകേണ്ടതായിരുന്നല്ലോ.
ഇന്ന് നടക്കുവോ? ആ നാളെ രാവിലത്തെ കഴിഞ്ഞേച്ച് ഒന്ന് പോയേച്ച് വരാം. ചോറും കറിയല്ലേ ഏതായാലും കറി. ഇന്ന് നിനക്ക് മനസ്സിലായി ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിന്നെ വലിയ ഹരായിരുന്നു അവർക്ക്. ചില്ലറയുണ്ടോ പെടയിലോ ഇതിനുള്ള? ബാ നമുക്ക് എടുത്ത് നോക്കാം. ബാ ഇറച്ചി എടുപ്പത്തിരിക്കും. അതാ ബാ. അപ്പൊ വീണ്ടും പോവാണല്ലോ. അല്ല ചില്ലറ ഇല്ലെങ്കിൽ ഗതികേടാ, ഇല്ലെങ്കിൽ തരാന്ന് പറ. അപ്പക്കിന്ന് ഫുൾ നോൺ സ്റ്റോപ്പ്. ഇന്നലെ മാത്രം വിശ്രമം ഉണ്ടായിരുന്നു. വരിക പോവുക എന്നാ ചെയ്യണേ, ഓരോരോ വിധി. അതെ. പിന്നെ അമ്മയ്ക്ക് ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് തന്നെ വേണം. അത് കിട്ടണം. ഇല്ലെങ്കിൽ പ്രശ്നം ഇവിടെ. അല്ലെങ്കിൽ ഉണ്ടാക്കൂല. അല്ല അതും ആവശ്യമാണ്. ചില പാചകങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ ഇല്ലെങ്കിൽ അതിന്റെ രുചിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. വ്യത്യാസം വരും. അപ്പൊ കഴിക്കുമ്പോ ചോദിക്കും, അയ്യോ ഇതെന്നെ രുചിയില്ലാത്തത്. ചെറുപഴം ഇതൊന്ന് വേഗം പിടിച്ചോ. അടുപ്പത്ത് സാധനങ്ങൾ ഇരിക്കുക. സോഡ ഫ്രിഡ്ജിട്ട് വെക്കാം കേട്ടോ. നമുക്ക് സോഡ ഞങ്ങൾക്ക് തണുപ്പിച്ച് ഇങ്ങനെ ചൂട് കാരണം എന്നതാ പോലും മരുന്നായിരിക്കും. മരുന്ന. ഇത് ചപ്പാത്തി ആശീർവാദ്. പിന്നെ ദേ അപ്പം മേടിച്ചേക്കണം. ഇതായി കുട്ടിക്കുറ. ഒന്നിനൊന്ന് ഓഫർ ഉണ്ട്. അതൊക്കെ റിലയൻസ് ആയിരിക്കും. റിലയൻസാ ചപ്പാത്തി. റിലയൻസാ എടുത്ത് വെക്കണം. ഇത് പഴ, അത് പാലായിരിക്കും. പാലാദ്യം എടുത്ത് വെക്കാം. ബാ പാലിൻ്റെ കൂടെ ടൊമാറ്റോയും സവോളയും കാണണ്ടേ. അത് മാർജിൻ ഫ്രീലേ, അതാ ഞാൻ പറഞ്ഞു. ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ദേ ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചേക്കണോണ്ടേ നമുക്ക് പിന്നെ നീ സാധാരണ കുഞ്ഞോള് വരാത്തപ്പോൾ എനിക്ക് മേടിച്ചോണ്ട് വരൂലാഞ്ഞു. അപ്പൊ പുള്ളിക്കാരി വന്നോണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതേ ക്ലീൻ ചെയ്ത് വെച്ചേച്ച് 2 ഡബ്ബയുണ്ട്. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതയ്ക്കുക കേട്ടോ. അപ്പൊ ഉച്ചയ്ക്ക് 11:30 ആയപ്പോഴത്തേക്കും ശനിയാഴ്ച, ദുഃഖ ശനിയാഴ്ച 11:30 മീൻ രാവിലെ വേവിച്ചു. ബീഫ് പുലർത്താൻ പോവുക കേട്ടോ. 2 കൂട്ടായി. ഇനിയിപ്പോൾ ചിക്കൻ വൈകുന്നേരം ശരിയാക്കണത് കുറുമ. പിന്നെ അപ്പത്തിനുള്ളത് രാത്രിയിൽ അരച്ച് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫിഷ് കട്ട്ലറ്റ് ഇൻസ്റ്റന്റ് മേടിച്ചിട്ടുണ്ട്. അത് നാളെ ഉച്ചത്തേക്ക് വറുത്താൽ മതി. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ചാറുണ്ടാക്കാം. അപ്പൊ എന്നോട് പറയൂ കേട്ടോ, ഇനിയിപ്പൊ ഈ വേറെ ചാറൊന്നും വേണ്ട, മീൻകറി ഇല്ലേന്ന്. കാരണം ഇത്രയും ദിവസം ഇതെടുത്തതുകൊണ്ട് അപ്പയ്ക്ക് ഇന്നല്ല ഞായറ്. അപ്പയ്ക്ക് എന്നാന്നോ എന്നോട് പറയാ, ചോറിന് വേറെ ചാറൊന്നും വേണ്ട, മീൻകറി മതി, പിന്നെ ബീഫും ഇല്ലേന്ന്. വെജ് അല്ലായിരുന്നു ഇത്രയും ദിവസം. പക്ഷെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ചാറ് വേണോന്ന് പറഞ്ഞു. അതെങ്കിലും മതിന്ന്. എന്തെങ്കിലും ചാറെങ്കിൽ എന്തെങ്കിലും ചാറെന്നും പറഞ്ഞു പോയി അടുത്ത ട്രിപ്പ് സാധനങ്ങൾ മേടിക്കാൻ. ട്രിപ്പ്. ഇനിയിപ്പേ നമ്മുടെ അതും കൂടെ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ അപ്പ കയറി കണ്ടേച്ചാ വന്നേ. നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ളൊരു പള്ളിയിലുള്ളൊരു അമ്മച്ചി മരിച്ചിട്ടുണ്ട്. അവിടെ വൈകിട്ട് പോകണം. നാളെ ഉച്ച കഴിഞ്ഞൊറ്റ ശവാടക്കം. അപ്പം ഇന്ന് വൈകിട്ട് പോയി കണ്ടേച്ച് പോരാന്ന് പറഞ്ഞു. നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ വീണ്ടും വന്നു അടുത്ത ട്രിപ്പ് കഴിഞ്ഞ്. ഇനിയിപ്പോൾ അപ്പയ്ക്ക് നാരങ്ങാളം വേണമെന്ന് പറഞ്ഞത് വളർത്തി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിക്കോ. അങ്ങനെ ദേ നമ്മുടെ രണ്ടാമത്തെ നോൺ വെജ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണ് അവൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരം. അപ്പോൾ ഓഫറിന് മേടിച്ചതാണ്. ഒരു ബോട്ടിലിന് ശരിക്കും 324 രൂപയാണ്. പക്ഷെ 2 ബോട്ടിലിനും കൂടി ആകെ 269 ആയുള്ളൂ. ലാഭമല്ലേ? 1.5 ഗ്ലാസ് വെള്ളത്തിലിടണേ അപ്പത്തിനാട്ടാൻ കേട്ടോ. 1/2 ഗ്ലാസും കൂടെ എടുത്തോണ്ട് വരാം. 1.5 ഗ്ലാസ്. ഇനി അതൊരു 4-5 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് അരയ്ക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കെ. കുതിർത്തി കഴിഞ്ഞിട്ടാ കഴുകിയെടുക്കണം നമ്മൾ. സാധാരണ ഞാനാണ് ഈസ്റ്റർ എഗ് ഉണ്ടാക്കാറ്. എപ്പോഴും ഈസ്റ്ററിൻ്റെ തലേദിവസം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇത്തവണ സമയമില്ലാത്ത കാരണം അപ്പയ്ക്ക് ഉണ്ടാക്കാനായിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞ ആ മുട്ടയുടെ ഷേപ്പിൽ തന്നെ പ്രസൻറ്റേഷൻ റാപ്പർ പൊതിഞ്ഞ് തരണമെന്ന്. ചെറിയൊരു ടാസ്ക് ആയിരുന്നു അപ്പയ്ക്ക്. എന്നാലും അപ്പം സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് നാളെ മുട്ട പൊട്ടിക്കണ സമയത്ത് കാണാൻ കേട്ടോ കറക്റ്റ് രൂപം. അതല്ല രസം. ഇപ്പോഴേ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ത്രില്ല് പോകുമല്ലോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ പൊട്ടിക്കാനുള്ളതാണ്. പീസ് വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടോ. ട്രെയിൽ നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതൊരു അപ്പത്തിന് കറി ഉണ്ടാക്കാനാട്ടോ. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കി വെക്കാന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ രാവിലെ ആകുമ്പോൾ എല്ലാം കൂടെ ബുദ്ധിമുട്ടല്ലേ. അപ്പം ചുടിയിലും കൂടെ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ട്. അത് വീഡിയോയും കൂടെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. വീഡിയോയും കൂടെ എടുക്കണത് കൊണ്ടാട്ടോ ബുദ്ധിമുട്ടാന്ന് ഞാൻ പറഞ്ഞത്. വീഡിയോ എടുക്കുമ്പോ ഞാനങ്ങനെ വീഡിയോ എടുക്കലില്ലല്ലോ. ഇവളല്ലേ എടുക്കണത്. അപ്പൊ പറയാൻ വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിതേ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് അടിയിൽ. കല്ലുപ്പിട്ട് അങ്ങനെ കഴുകിയെടുക്കുക.
ഉളുമ്പൊക്കെ പോയി വൃത്തിയായി കിട്ടും. നമ്മൾ ചെയ്യണ മെത്തേഡാട്ടോ. നിങ്ങളൊക്കെ ചെയ്യണ എങ്ങനെയാന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്ത് പറയുക അല്ലേ. അതെ, ഇത് 2 ലിറ്ററിൻ്റെയാ. വേവിക്കാൻ ഇത് മതി. കുക്കറേ VGN കോംബോ ഇവണ്ട് മേടിച്ചത്. നമ്മുടെ ചിക്കൻ കറി, അതായത് കുറുമ, അതും റെഡിയായി കഴിഞ്ഞു. നാളത്തേക്കുള്ളതാണ് കേട്ടോ. നാളത്തേക്കുള്ളത്. നാളെ ഇച്ചിരിയോടെ ഭേദഗതി ഇതിലുണ്ടാവും കറിയില്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പാചകം ചെയ്തു? അതിരാവിലെ തന്നെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണതിന് മുമ്പ് തന്നെ മീൻ പിന്നെ ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ച് മേടിച്ചോണ്ട് വന്നതായിരുന്നു. അത് കറി വെച്ചു. അത് കഴിഞ്ഞിട്ട് പോയി ഇറച്ചി മേടിച്ചോണ്ട് വന്നില്ലേ. ഇവിടെ ഇറച്ചി മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോ അത് നുറുക്കി, ഞാൻ പറയാറില്ല ഞാൻ നുറുക്കിക്കാറില്ല എന്നങ്ങനെ. അപ്പൊ അധികം ഇല്ലായിരുന്നു, 1.25 കിലോയാ മേടിച്ചത്. അത് നുറുക്കി റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. മൂന്നാമത്തത് ചിക്കൻ ഇവള് വന്നപ്പോ ലുലുമാളിയിൽ നിന്ന് ഞാൻ പറഞ്ഞു 1/2 കിലോയിൽ കൂടുതൽ വേണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോ അത് വാങ്ങിച്ചോണ്ട് വന്നത് കുറുമയാക്കി. ഇനിയിപ്പൊ അപ്പത്തിന് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് രാത്രി ഒരു 10 മണിയായിട്ട് അരയ്ക്കുള്ളൂ. അപ്പൊ അത് അരച്ചു വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് മാർജിൻ ഫ്രീ ഇൻസ്റ്റന്റ് വറുത്തെടുത്താൽ മതി. ഫിഷിന്റെ കട്ട്ലറ്റിന്റെ മേടിച്ചു വെച്ചേക്കണം. അത് വറുക്കുകയും ചെയ്യണം. അത്രേ ഉള്ളൂ നമുക്ക്. മതി. മതി, ധാരാളം. നമ്മളെ സംബന്ധിച്ച് ധാരാളം. അതെ. ഓക്കെ. അപ്പൊ എല്ലാവരും ക്രിസ്മസിന്റെ ഈസ്റ്ററിന്റെ പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. അപ്പൊ എല്ലാവരുടെയും കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കട്ടെ കേട്ടോ. എല്ലാവർക്കും അഡ്വാൻസ് ഈസ്റ്റർ ആശംസകൾ. അത് നാളെ പറയാം. സമയം കാണിച്ചു തരാവേ. സമയം 5 മണി ആവാറായി. ഇന്നത്തെ പ്രിപ്പറേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈസ്റ്റർ നാളെയാണ്. നാളെ ഇനി നമുക്ക് കാണാം. അതിനു മുന്നേ രാത്രിയിൽ ആട്ടാനുണ്ട് കേട്ടോ, അരി ആട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഈസ്റ്റർ നാളെയാണ്. ഈ പടം ഞാൻ കാണിച്ചെന്താണെന്നറിയോ? ഗെത്സെമേൻ തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ പടമാണിത്. 3D ആണ് കേട്ടോ. അത് കണ്ടോ, അമ്മച്ചിയുടെ ആണിത്. 3D ആണിത്. മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഒരു ഫീലാണ് ഇത് ഈ പടം കാണുമ്പോൾ. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചിത്രമാണെന്നറിയോ അത്. പണ്ട് അമ്മച്ചിയുടെ അനിയത്തി മാമി കൊണ്ടുവന്ന് അമ്മച്ചിക്ക് കൊടുത്തതാണ്. 3D ആയതുകൊണ്ട് തന്നെ അന്നൊക്കെ ഇത് വളരെ അപൂർവമായിരുന്നു ഈ ചിത്രം. ഇന്നും നല്ല പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ ഈ ചിത്രത്തിന്. ആ സമയം ഇവിടെ ഇരുന്നൊരു പരിപ്പ് വട തിന്നാൻ പോവാം. കണ്ടോ, ചൂട് പരിപ്പ് വട. അമ്മ തൽക്കാലം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഒക്കെ കാണുക. ഇനി വീണ്ടും വൈകിട്ടാണ് ഇനി ആട്ടാനുള്ളത്. അത് വലിയ അധ്വാനം ഇല്ല. ഇവിടെ സമയം 9:05 രാത്രിയാണ്. ഈസ്റ്ററിന്റെ തലേ ദിവസമാണ് കേട്ടോ. വന്നപ്പോൾ ശനിയാഴ്ചയാണ്. ഇന്നത്തെ അവസാനത്തെ പരിപാടിയും തീർന്നു. ഈ ചൂട് കൊണ്ട് അല്ലേ. മാവാട്ടി വെച്ചു. ഇനിയിപ്പോ 6 മണിക്കൂർ വേണം അല്ലേ. ചൂട് സമയമായതുകൊണ്ട് വേഗം പൊങ്ങും. തണുപ്പാണെങ്കിലേ ഉള്ളൂ പൊങ്ങാൻ. തണുപ്പാണെങ്കിൽ ഒരുപാട് താമസം. ഇപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ അത്യാവശ്യം കുറച്ച് ചുട്ട് വെക്കും. അല്ലെങ്കിൽ പിന്നെ കണ്ടമാനം പുളിച്ചു പോകും. ലൈവ് കാണിക്കാൻ 1-2 എണ്ണം വെച്ചേക്കാം ചൂടാനായിട്ട് കേട്ടോ. അത്രേ വെക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ ശരിയാവൂല. ഇപ്പൊ എല്ലാവരും ഒക്കെ റെഡി ആയി കാണും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണോ കേട്ടോ. 50 ദിവസം നൊയമ്പ് നോറ്റതിന് ശേഷം ഉള്ള ആ നൊയമ്പ് വീടലുണ്ടല്ലോ, അതിന് ഭയങ്കര പ്രത്യേകതയാണ്. 49 ദിവസം. അപ്പോൾ അതിനുശേഷം പിന്നെ പള്ളിയിലെ ചടങ്ങുകളും എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു വീടലിന് ഭയങ്കര ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ വിചാരിക്കാറ്. കാരണം അത് നമ്മള് ശരിക്കും അതിലേക്ക് ഇൻവോൾവ് ആവുകയാണ്. അപ്പോൾ അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയാം. അപ്പം ഇതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ ഇന്ന് അവസാനിക്കുക. ഇനി നമുക്ക് നാളെ പാക്കലഴം ഒന്നുമില്ല. കഞ്ഞിക്ക് പുളിയിഞ്ചിയും തൈരും പിന്നെ തോരനിരിപ്പുണ്ട്, ക്യാബേജ് തോരൻ. വേണമെങ്കിൽ അതെടുക്കണ്ടേ. മുടി സെറ്റായി. ഇനി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം.